ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേമെന്ന് വിട്ട് കവുങ്ങാകും. അവസാനം പിരിച്ചു കുഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിലെ ആൽമരമായി മാറും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഡേഞ്ചറാണ്. പള്ളിക്കല പ്രസിഡന്റായ അയമൂട്ടിയാജിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ ആരുണ്ട്? തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ സെക്രട്ടറി ഉണ്ട്, അപ്പുറത്തെ ചർച്ചിന്റെ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ ഹൃദയഹാരിയായ മതേതരത്വത്തിന്റെ സൗകുമാര്യത കളിയാടുന്ന ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവില് അള്ളാന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പച്ച മലയാളത്തില് മൗദൂദി പൗരോഹിത്യം പറഞ്ഞ വിഘടനവാദത്, മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മതവിരുദ്ധതയാണിത്. സുന്നി പണ്ഡിതനായ വഹാബ് സക്കാഫി മമ്പാടിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം? എന്താണ് അവരുടെ ആശയ അടിത്തറ? നിരവധി ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടക്കുന്നുണ്ട്. CPIM നിലപാട് ആവർത്തിച്ച് പറയുന്നുണ്ട്. മറ്റ് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് പറയാറുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-നോടൊപ്പമാണ്. UDF-ന്റെ ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആ നിലപാട് കേരളത്തിന്, രാജ്യത്തിന് ഉണ്ടാക്കുന്ന ദോഷം എന്തൊക്കെയാണ് എന്ന് വിവരിക്കുകയാണ് വഹാബ് സക്കാഫി മമ്പാട്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ശേഷിക്കുന്ന ഭാഗവും കൂടി നമുക്ക് കേൾക്കാം. ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചിട്ട് ഒരുപാട് കാലം ജമാഅത്തേരെ രീതി എന്താ? ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകൂല. എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത്? ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം, ഇവിടെ നമ്മളെ നിസ്കാരം നോമ്പൊക്കെ ശരിയാകണമെങ്കിൽ, ഷഹാദത്ത് കലിമ പോലും സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഇവിടെ അള്ളാന്റെ ഭരണം ഉണ്ടാകലാണ്. അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡാരിറ്റിക്കാരന്റെ ഭരണം. അള്ളാന്റെ ഭരണം എന്ന് പറഞ്ഞാൽ എന്താ? വെൽഫെയർ പാർട്ടിന്റെ ഭരണം എത്തിയാൽ ഓക്കെ ആയി. ഏതെങ്കിലും ഒരു വാർഡില് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏടാകൂടത്തിന് ഒരു മെമ്പർ ഉണ്ടായാൽ അവിടെ തൽക്കാലം അള്ളാന്റെ ഭരണം. അല്ലാതെ പിന്നെ ജമാഅത്തേർക്ക് വോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒരുപാട് കാലം വോട്ട് ചെയ്യാൻ മാറി നിന്നു എന്ന് മാത്രമല്ല, ആയത്തോതിയിട്ട് പച്ചക്കു പറയാണ് ഇസ്ലാമികമല്ലാത്ത ഭരണ വ്യവസ്ഥയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ വോട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മടിയിൽ വെച്ചിട്ടുണ്ടോ അത് അടക്കേമെന്ന് വിട്ട് കവുങ്ങാകും. അവസാനം പിരിച്ചു കുഴിച്ചിടാൻ കഴിയാത്ത കോലത്തിൽ അത് നിങ്ങളുടെ ആസനത്തിലെ ആൽമരമായി മാറും. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഡേഞ്ചറാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇസ്ലാം കൈകാര്യം ചെയ്യുമ്പോൾ ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഇസ്ലാമിക ഭരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിക ഭരണം തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇവർ മുസ്ലിം ഖലീഫമാരെ കുറിച്ച് പറയുമ്പോൾ ആ ഖലീഫമാര് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഇവർ ഇസ്ലാമിനെ വെറുതെ വിട്ടാൽ അതാണ് ഉമ്മത്തിനോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. കാരണം പറയണേ, ആയിരക്കണക്കായ മനുഷ്യരുള്ള ഈ നാട്ടിലെ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ നമ്മളെ നാട്ടിലെ സ്ഥിതി എന്താണ്? പള്ളിക്കല പ്രസിഡന്റായ അയമൂട്ടിയാജിനെ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ വരുന്ന കൂട്ടത്തിൽ ആരുണ്ട്? തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിന്റെ സെക്രട്ടറി ഉണ്ട്, അപ്പുറത്തെ ചർച്ചിന്റെ സെക്രട്ടറി ഉണ്ട്. അങ്ങനെ ഹൃദയഹാരിയായ മതേതരത്വത്തിന്റെ സൗകുമാര്യത കളിയാടുന്ന ഈ സാംസ്കാരിക കേരളത്തിന്റെ തെരുവില് അള്ളാന്റെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് പച്ച മലയാളത്തില് മൗദൂദി പൗരോഹിത്യം പറഞ്ഞ വിഘടനവാദത്, മൗദൂദി പൗരോഹിത്യം പറഞ്ഞ മതവിരുദ്ധതയാണിത്. ഓലൊക്കെ നന്നായിക്കണു മൂല്യരെ. ആരെ പറഞ്ഞ്? ഇന്ന് വരെ ഞങ്ങൾ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് ഈ സമൂഹത്തിന്റെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ അമുസ്ലിമീങ്ങളുടെ കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റൂല എന്നുള്ള അഭിപ്രായമല്ല. അന്ന് ഞങ്ങൾ ആയത്തോതി പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയാൻ ജമാഅത്തേര് തയ്യാറുണ്ടോ? ഇങ്ങനെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ഉമ്മത്തിനോട് മാപ്പ് ചോദിക്കാൻ തന്റെ ഇടമുണ്ടോ? ഇല്ല.
ഇതവരുടെ ഒളി അജണ്ടയാണ്, ഇതവരുടെ ഹിഡൻ അജണ്ടയാണ്. ഈ അജണ്ട ഒരുപാട് കാലം ഇവർ പബ്ലിക്കിൽ പുറത്തെടുത്തു. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിന്റെയും കൂടെ നിന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ വോട്ട് ചെയ്യാൻ പോലും പാടില്ല. ഇസ്ലാമിക ഭരണം വരാതെ വോട്ട് ചെയ്താൽ ഷിർക്കാണ് എന്നാണ്, ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യമാണ് എന്ന് പച്ചക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കുകയാണ്. മലാലാക്കണം ജമാഅത്തെ ഇസ്ലാമി ഷിർക്കാണ് എന്ന് പറഞ്ഞ ഇന്നും ഷിർക്കാണ്, ഇന്നലെയും ഷിർക്കാണ്, നാളെയും ഷിർക്കാണ്. എന്താ അതാണ് നിയമസഭയിലും ഷിർക്കന്നെ, ഗ്രാമപഞ്ചായത്തിലും ഷിർക്കന്നെ, ഈ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ, വരുന്ന തെരഞ്ഞെടുപ്പിലും ഷിർക്കന്നെ. എന്താ കാരണം? ഷിർക്കാന്ന് പറഞ്ഞത് ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ, കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. മനസ്സിലായപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദൈവേതര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണമല്ല ഇവിടെ, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഭരണമല്ല ഇവിടെ. ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയും അതനുസരിച്ചുള്ള ജുഡീഷ്യറിയും ജനാധിപത്യ വ്യവസ്ഥയുമാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരു നാട്ടിൽ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി വോട്ട് ചെയ്യലാണ് ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണത്. അങ്ങനെ വോട്ട് ചെയ്യൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. അപ്പോ ഇസ്ലാമിക ഭരണമല്ലാതെ നമ്മൾ ഇവിടെ ഒന്നിലും ഇടപെടാൻ പാടില്ല. ഇവിടെ അടിസ്ഥാനപരമായി മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നതെങ്കിൽ അതിന്റെ ഹൈന്ദവ വേർഷനാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന്റെ പേരിൽ ഈ പറയുന്നത് എന്താണോ അതിന്റെ ഹൈന്ദവ വേർഷനാണ് RSS ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ എന്നാൽ ഹിന്ദുത്വമാണ്, ഇന്ത്യൻ ദേശീയത എന്നാൽ ഹൈന്ദവ ദേശീയതയാവണം എന്ന RSSകാരന്റെ അതേ വാദമാണ് ഇസ്ലാമിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു വാദമല്ല. ഇസ്ലാമിക ഭരണമല്ലെങ്കിൽ പിന്നെ മുസ്ലിമായി മരിക്കാൻ പറ്റൂല എന്നുള്ള വാദം മുസ്ലിമീങ്ങൾക്കില്ല. ലക്ഷക്കണക്കായ പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് ആ പ്രവാചകന്മാരിൽ അധിക പ്രവാചകന്മാരും മരണപ്പെട്ടത് ഇസ്ലാമിക രാജ്യത്തല്ല, ഇസ്ലാമിക ഭരണം നടപ്പിലാക്കിയിട്ടല്ല. അപ്പൊ അവരൊക്കെ ഈമാൻ പൂർണ്ണല്ല എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമാണ്.